നടൻ ദിലീപിന്റെ മിക്ക സിനിമകളും മനസ്സിൽ സൂപ്പർ ഹിറ്റുകളാക്കിയ ഊണിലും ഉറക്കത്തിലും ദിലീപിന്റെ ഫോട്ടോ കയ്യിൽ കരുതി കഴിയുന്ന സുമിയുടെ ദിലീപിനെ ഒരു തവണയെങ്കിലും കാണണമെന്നുള്ള ആഗ്രഹം സഫലതയിലേക്ക്. തിരുവനന്തപുരം പൂജപ്പുര ആയുർവേദ ആശുപത്രിയിൽ ഓട്ടിസത്തിന് ചികിത്സയിൽ കഴിയുന്ന സുമിയെ കാണാൻ നാളെയാണ് നടൻ ദിലീപ് എത്തുന്നത്. സുമിയുടെ ദിലീപിനെ കാണണമെന്നുള്ള വർഷങ്ങളായുള്ള ആഗ്രഹവും താരാരാധനയും പുറം ലോകത്തെ അറിയിച്ചത് പീപ്പിൾ ടിവിയാണ്. ഒടുവിൽ അനുജത്തിയെ കാണാനും അനുജത്തിയുടെ നിഷ്കളങ്ക സ്നേഹം ഏറ്റുവാങ്ങാനുമായാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ദിലീപ് വരുന്നത്. ഓട്ടിസം ബാധിച്ച തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 16-കാരിയായ സുമിയെ കാണാൻ ദിലീപ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്തിച്ചേരും. ദിലീപിന്റെ മിക്ക സിനിമകളും മനസ്സിൽ സൂപ്പർ ഹിറ്റുകളാക്കിയ സുമി ദിലീപിന്റെ കടുത്ത ആരാധിക കൂടിയാണ്. ദിലീപിന്റെ ഫോട്ടോ ഊണിലും ഉറക്കത്തിലും കയ്യിൽ സൂക്ഷിക്കുന്ന സുമിക്ക് ദിലീപിനെ ഒരു തവണയെങ്കിലും കാണണമെന്ന ആഗ്രഹം പുറം ലോകത്തെത്തിച്ചത് പീപ്പിൾ ടിവിയാണ്. പീപ്പിളിന്റെ വാർത്ത കണ്ട ദിലീപ് പിന്നീട് സുമിയുമായി ഫോണിൽ സംസാരിക്കുകയും സുമിയെ കാണാൻ എത്തുമെന്നും തന്നാൽ കഴിയുന്ന ചികിത്സാ സഹായം നൽകുമെന്നും ഉറപ്പുകൊടുക്കുകയായിരുന്നു. തനിക്ക് നൽകുന്ന സ്നേഹത്തിന്റെ ഇരട്ടി സമ്മാനിക്കുമെന്നും ദിലീപ് വികാരാധീനനായി പറഞ്ഞു. തന്റെ സ്നേഹനിധിയായ ചേട്ടനെ പ്രിയ നടനെ കാണാനുള്ള ആകാംക്ഷയിലാണ് സുമി. ദിലീപ് കാണാനെത്തുമെന്ന് അറിയിച്ചതു മുതൽ തന്നെ സുമി നിറഞ്ഞ സന്തോഷത്തിലാണെന്ന് അമ്മ മിനിയും പറയുന്നു. അവള് എല്ലാ കാര്യത്തിലും കൂടുതൽ സന്തോഷം. എപ്പോഴും ഡാൻസ് കളിച്ച്, മറ്റേത് എപ്പോഴും കട്ടിൽ തന്നെ കിടക്കുകയുള്ളായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് നല്ലതായിട്ട് ഓടി നടക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഒരു ഡാൻസും ഫുള്ള് കളിച്ച് അങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ. എപ്പോഴും ദിലീപിന്റെ ഫോട്ടോ കയ്യിൽ കരുതുന്ന സുമിയും ചേട്ടൻ ദിലീപുമായുള്ള കൂടിക്കാഴ്ച സുമിയുടെ ചികിത്സയ്ക്ക് ഏറെ അനുഗ്രഹമാകുമെന്ന് സുമിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും സുമിയുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. നടൻ ദിലീപ് സുമിയെ കാണാനായി ഈ ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഡോക്ടർമാരും രക്ഷിതാക്കളും കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം.